എല്ലാ കൂട്ടുകാർക്കും ലക്ഷ്യ കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബികോമിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്നുള്ള ചാപ്റ്ററാണ്. കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ചാപ്റ്ററാണിത്. സോ ഇതിലെ തിയറീസും പ്രോബ്ലംസും നമുക്കിന്ന് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ലക്ഷ്യ കൊമേഴ്സിൻ്റെ ഈ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക. ഒപ്പം തന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ബൈബാക്ക് ഓഫ് ഷെയർസ് ആണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് ബൈബാക്ക് ഓഫ് ഷെയർസ്, അല്ലെങ്കിൽ ആ വേർഡിൽ തന്നെ ഉണ്ട് അല്ലേ. ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ് എന്ത് ചെയ്യുന്നു, കമ്പനി തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങുന്നു. അതിനെയാണ് നമ്മൾ ബൈബാക്ക് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് പറയുന്നത്. കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ് കമ്പനിയായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, ബൈബാക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. Buyback is the reverse of issue of shares. Buyback simply means buying of own shares. It is a process of capital restructuring. It allows a company to buy back its own shares which were issued by its earlier. അപ്പോൾ ഒരു കമ്പനി മുൻപ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസിനെ നമ്മൾ തിരിച്ചു മേടിക്കുന്ന പ്രോസസ്സിനെയാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്ങിനും പിന്നെ ക്യാപിറ്റലിൻ്റെ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാനൊക്കെയാണ് സാധാരണയായിട്ട് കമ്പനി ഇങ്ങനെ ചെയ്യുക, ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന പ്രോസസ്സ് നടത്തുക. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓർ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ബൈബാക്കിൻ്റെ അതിലൊന്നാമത്തെ പറയുന്നത് ടു ഇൻക്രീസ് ദ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ് ആ ഷെയർസ്. അതായത് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്തിട്ടുള്ള ഷെയർസിൻ്റെ എമൗണ്ട് കൂട്ടാനായിട്ട്. സപ്പോസ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സാണ്, അപ്പോൾ അവരുടെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ ഹോൾഡിങ്ങിനേക്കാളും കൂടുതലായിരിക്കും. സോ ഇനി ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവരുടെ ഹോൾഡിംഗ് കുറയുകയാണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ബൈബാക്ക് ചെയ്യാം. അതുവഴി പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിങ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അടുത്ത് പറയുന്നത് ടു ഇൻക്രീസ് EPS ഇൻക്രീസ് ചെയ്യാനും കമ്പനി ബൈബാക്ക് ചെയ്യുന്നു. കാരണം ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും EPS കുറയും, എല്ലാവർക്കും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കുറയും, ഏർണിങ്സ് പെർ ഷെയർ കുറയുന്നു. സോ EPS കൂടണമെങ്കിൽ എന്ത് ചെയ്യണം, ഷെയറിൻ്റെ നമ്പേഴ്സ് കുറയണം, ഇഷ്യൂ ചെയ്തിട്ടുള്ള നമ്പേഴ്സ് കുറയണം. അപ്പോൾ EPS കൂടാനും ബൈബാക്ക് ഓഫ് ഷെയർസ് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ മൂന്നാമത് പറയുന്നത് ടു സപ്പോർട്ട് ദ ഷെയർ പ്രൈസ് വെൻ ദ ഷെയർ പ്രൈസ് ഇൻ ദി ഒപ്പീനിയൻ ഓഫ് ദി മാനേജ്മെൻറ്റ് ഇസ് ലെസ് ദാൻ ഇറ്റ്സ് ഫെയർ വാല്യൂ. ഇപ്പോൾ കമ്പനിയുടെ ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് അവരുടെ ഫെയർ വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ, മാർക്കറ്റിൽ കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ കുറവാണെന്ന് മാനേജ്മെൻറ്റിന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ബൈബാക്ക് ചെയ്യാം. അങ്ങനെ ബൈബാക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ ആ ഷെയർസിൻ്റെ ഡിമാൻഡ് കൂടുകയും ഒപ്പം തന്നെ അതിൻ്റെ പ്രൈസും കൂടുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി വേറൊരു സിറ്റുവേഷൻ പറയുന്നത് ടു പേ സർപ്ലസ് ക്യാഷ് ടു ദി ഷെയർ ഹോൾഡേഴ്സ് വെൻ ദ കമ്പനി ഡസ് നോട്ട് നീഡ് ഇറ്റ് ഫോർ ബിസിനസ്. കമ്പനിക്ക് ആക്ച്വലി ബിസിനസ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റീസും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റേഴ്സിന് അത് തിരികെ കൊടുക്കാം, അവർക്ക് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അടുത്ത പറയുന്നത് ടു റിവാർഡ് ഷെയർ ഹോൾഡേഴ്സ് ബൈ ബൈബാക്ക് ഓഫ് ഷെയർസ് അറ്റ് മച്ച് ഹയർ പ്രൈസ് ദാൻ റൂളിംഗ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിനേക്കാളും സ്വാഭാവികമായിട്ടും കൂടുതൽ എമൗണ്ടിനാണ് സാധാരണ കമ്പനി ബൈബാക്ക് ചെയ്യാറ്. അപ്പോൾ അതെന്താണ്, ഇൻവെസ്റ്റേഴ്സിന് അവിടെ ഒരു റിവാർഡ് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം അവർ പർച്ചേസ് ചെയ്തിട്ടുള്ള പൈസനേക്കാളും കൂടുതൽ അവർക്ക് എന്ത് ചെയ്യുന്നു, സെല് ചെയ്യുമ്പോൾ അവർക്ക് എമൗണ്ട് കിട്ടുന്നു. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് എ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ബൈ ഇൻക്രീസിങ് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ്. പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് മുൻപ് പറഞ്ഞ പോയിന്റ് ആണ്. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പനി ഷെയർസ് ബൈബാക്ക് ചെയ്യുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന മോഡ്സ് ഓഫ് ബൈബാക്ക്, ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ബൈബാക്ക് ആണ്. അതിൽ ഒന്നാമത്തെ ത്രൂ ദ ടെൻഡർ ഓഫർ, രണ്ടാമത്തെ വരുന്ന ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്, ത്രൂ ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇനി മൂന്നാമത്തെ വരുന്ന ഫ്രം ഓഡ് ലോട്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് ത്രൂ എ ടെൻഡർ ഓഫർ. അപ്പോൾ കമ്പനി ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യാണ് ഷെയർ ഹോൾഡേഴ്സിന്, ഇത്ര പ്രൈസിൽ ഒരു ഫിക്സഡ് റേറ്റിൽ ഒരു ഫിക്സഡ് ടൈമിൽ ഷെയർസ് ബൈബാക്ക് ചെയ്യാനായിട്ട് കമ്പനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടെൻഡർ ഇറക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നു, അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നു, കമ്പനിയെ വിവരം അറിയിക്കുന്നു. അതനുസരിച്ച് എന്താണ്, അവർ ആവശ്യപ്പെട്ടിട്ടുള്ള എണ്ണത്തിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഷെയർസ് കമ്പനി അവരുടെ കയ്യിൽ നിന്ന് ബൈ ചെയ്യുന്നു.
അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു മോഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മോഡിൽ പറയുന്നത് അതിൽ രണ്ട് മെത്തേഡ് പറയുന്നുണ്ട് ഓപ്പൺ മാർക്കറ്റിൽ. ഒന്ന് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സും രണ്ടാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ്. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പനിക്ക് കറക്റ്റായിട്ടൊരു എമൗണ്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നില്ല. എത്ര രൂപയ്ക്കാണ് ഷെയർസ് ബൈബാക്ക് ചെയ്യേണ്ടതെന്ന് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കമ്പനി ഒരു ഔട്ട്സൈഡറെ മീറ്റ് ചെയ്യുന്നു. ദെൻ ഒരു മെർച്ചൻ്റ് ബാങ്കറെയൊക്കെയാണ് കമ്പനി സാധാരണയായിട്ട് മീറ്റ് ചെയ്യുക. എന്നിട്ട് അവരാണ് എമൗണ്ട് ഫിക്സ് ചെയ്യുക. അപ്പോൾ അവർ ഫിക്സ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് സാധാരണ ഒരു റേഞ്ച് ഓഫ് എമൗണ്ട്സ് ആയിരിക്കും. മിനിമം ടു മാക്സിമം എന്നുള്ളൊരു റേഞ്ച് ഓഫ് എമൗണ്ട്സ് ആയിരിക്കും. സോ അതിൽ നിന്ന് കമ്പനി എന്ത് ചെയ്യുന്നു, ഈ റേഞ്ച് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഷെയർ ഹോൾഡേഴ്സ് ഇതിൽ നിന്നും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് സെലക്ട് ചെയ്യുന്നു. സോ കമ്പനിക്ക് അപ്പോൾ കുറേ റേറ്റ്സ് ഓരോ ഷെയർ ഹോൾഡേഴ്സും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും കൂടി നിൽക്കുന്ന പ്രൈസിനാണ് കമ്പനി ബൈബാക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മെർച്ചൻ്റ് ബാങ്കർ ഒരു കമ്പനിക്ക് സജസ്റ്റ് ചെയ്തു 100 to 150 വരെ നമുക്ക് എന്ത് ചെയ്യാം, റേഞ്ച് കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ കുറേ ഷെയർ ഹോൾഡേഴ്സ് 100-ന് വിളിക്കും, കുറേ പേര് 125-ന് വിളിക്കാം, അല്ലെങ്കിൽ 150-ക്ക് വിളിക്കാം, അല്ലെങ്കിൽ 145-ന് വിളിക്കാം. സോ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് വിളിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഈ ഹയസ്റ്റ് എമൗണ്ടിലാണ് കമ്പനി ഷെയർസ് ബൈബാക്ക് ചെയ്യുക. സോ ഇതാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെയുള്ള വേറൊരു മെത്തേഡാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റോക്ക് ബ്രോക്കർ വഴി സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നു. ഇത് നോർമൽ പ്രോസസ്സാണ്. നോർമൽ പ്രൊസീജിയർ വഴി സാധാരണ നമ്മളൊരു ഷെയർ പർച്ചേസ് ചെയ്യുന്ന പോലെ കമ്പനി സ്വന്തം ഷെയർസ് ബൈബാക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്തതാണ് ലാസ്റ്റത്തെ ഒരു മെത്തേഡാണ് ഓഡ് ലോട്ട്. ഓഡ് ലോട്ട് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുള്ളവരെയാണ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ എണ്ണമാണ് ഓഡ് ലോട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രം ബൈബാക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ മോഡിനെയാണ് നമ്മൾ ഓഡ് ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കമ്പനിക്ക് കുറച്ച് ഷെയർ മാത്രം ഹോൾഡ് ചെയ്തിട്ടുള്ളവരുടെ നിന്ന് ബൈബാക്ക് ചെയ്യാം. കൂടുതൽ ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുള്ളവരെ കമ്പനി ഇതിൽ കൺസിഡർ ചെയ്യില്ല. സോ ഇത്രയാണ് നമ്മുടെ മെത്തേഡ്സ് ഓർ മോഡ്സ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ് വരുന്നത്. ഇനി ഇതിൻ്റെ സോഴ്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സോഴ്സസും കൂടി നോക്കാം. ഇപ്പോൾ ഷെയർ ബൈബാക്ക് ചെയ്യണമെങ്കിൽ കമ്പനിയുടെ കയ്യിൽ എന്തായാലും എന്ത് വേണം, ഒരു സോഴ്സ് വേണം, ക്യാഷിൻ്റെ സോഴ്സ് വേണം. സോ അത് നമുക്ക് ഏതിൽ നിന്നൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നാണ് പറയുന്നത്. ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, ദെൻ പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 സോഴ്സസ് ആണ്. ഫ്രീ റിസർവ്സ് കമ്പനിയുടെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വെച്ചിട്ടുള്ള റിസർവ്സ് നിന്ന് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഓർ അലോട്ട്മെൻറ്റ് മണിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു ഇക്വിറ്റി ഷെയർസോ ഡിബഞ്ചേഴ്സോ ഇഷ്യൂ ചെയ്തിട്ടും നമുക്ക് ഷെയർസ് ബൈബാക്ക് ചെയ്യാം. സോ ഇത്രയാണ് ഇതിൻ്റെ സോഴ്സസ് വരുന്നത്. ഇനി ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ടേമാണ് എസ്ക്രവ് അക്കൗണ്ട്. എസ്ക്രവ് അക്കൗണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. എസ്ക്രവ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോർമൽ അക്കൗണ്ട് ആണ്. ഇത് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയർസ് ബൈബാക്ക് ചെയ്യുന്ന പ്രോസസ്സിന് വേണ്ടി കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് എസ്ക്രവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു കമ്പനി നിർബന്ധമായിട്ടും ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം ഇഫ് ദേ ആർ ബൈയിങ് ബാക്ക് ഇറ്റ്സ് ഓൺ ഷെയർസ് ബൈബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അക്കൗണ്ട് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് സെബിയുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നത്. ഇത് പ്രകാരം ഇപ്പോൾ കമ്പനി കൊടുക്കുന്ന കൺസിഡറേഷൻ, കമ്പനി ബൈബാക്ക് ഓഫ് ഷെയർസിന് പേ ചെയ്യുന്ന കൺസിഡറേഷൻ 100 കോടി വരെയാണ്. അപ് ടു 100 crores ആണെങ്കിൽ 25% ഓഫ് കൺസിഡറേഷൻ എസ്ക്രവ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഇനി 100 കോടിക്ക് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 25% അപ് ടു 100 crores, അതായത് 100 കോടി വരെ 25%, ദെൻ അഡീഷണൽ ആയിട്ട് വരുന്ന എമൗണ്ടിന് 10% വീതം വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് കമ്പനിയുടെ ഒരു റിസർവ് പോലെ കമ്പനി വെക്കേണ്ട ഒരു അക്കൗണ്ടാണ് ഷെയർസ് ബൈബാക്ക് ചെയ്യാനായിട്ട്. ഇത് കമ്പൽസറി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു അക്കൗണ്ടാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ഷെയർസ് ബൈബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എസ്ക്രവ് അക്കൗണ്ട് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് തിയറീസ്. ഇനി ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് കൂടി നമുക്ക് നോക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സോ ഫസ്റ്റത്തെ എൻട്രി വരുന്നത് ബൈബാക്ക് ഓഫ് ഷെയർസ് ബൈ ഫ്രഷ് ഇഷ്യൂ. ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഷെയർസിൻ്റെയോ ഡിബഞ്ചേഴ്സിൻ്റെയോ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടാണ് നമ്മൾ ബൈബാക്കിനുള്ള എമൗണ്ട് കണ്ടുപിടിക്കുന്നതെങ്കിൽ
നമുക്ക് ആദ്യത്തെ എൻട്രി എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഓർ പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം. പ്രീമിയത്തിലാണ് അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എൻട്രി. സോ ഇത് നോർമലായിട്ട് എല്ലാവർക്കും അറിയുന്ന എൻട്രിയാണ്, ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. ഈ ക്യാഷ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഷെയർസ് ബൈബാക്ക് ചെയ്യാം. ഇനി ഫ്രീ റിസർവിൽ നിന്നോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്നോ ആണെങ്കിൽ എങ്ങനെയാണ് എൻട്രി വരുന്നത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ഓർ എനി റിസർവ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്കാണ് ഈ ഫ്രീ റിസർവിൽ നിന്നോ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്നോ ഉള്ള എമൗണ്ട് മാറ്റേണ്ടത്. ഇനി ബൈബാക്ക് ചെയ്യുമ്പോഴുള്ള എൻട്രീസ് നോക്കാം. സോ ബൈബാക്ക് അറ്റ് പാർ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഈ പ്രീമിയത്തിലാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ ബൈബാക്ക് അറ്റ് പ്രീമിയം, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി ഡിസ്കൗണ്ടിലാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ്. ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണ്. സോ അത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അടുത്തൊരു എൻട്രി വരുന്നത് ബൈബാക്ക് എക്സ്പെൻസസ് ഇൻകേർഡ്. ഇനി ബൈബാക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്ലോട്ടേഷൻ കോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇൻകേർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി നോക്കാം. ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ ഈ എക്സ്പെൻസസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട്. സോ ഇത്രയാണ് ബൈബാക്കിൽ വരുന്ന എൻട്രീസ്. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. എക്സ് കമ്പനി ലിമിറ്റഡ് ബൈ ഇറ്റ്സ് ഓൺ 2 lakh equity shares of 10 each at par. The company has sufficient profit otherwise available for dividend besides general reserve. No fresh issue of shares is made up for this purpose. The shares are fully paid up. Journalize the transactions. അപ്പോൾ ഇവിടെ കമ്പനി എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി സ്വന്തം 2 lakh ഇക്വിറ്റി ഷെയർസ് ആണ് ബൈബാക്ക് ചെയ്യുന്നത്. 10 രൂപ വെച്ചിട്ടുള്ളത്, മൊത്തം 20 lakh. ഇത് പ്രോഫിറ്റിൽ നിന്നാണ്, ജനറൽ റിസർവ് അങ്ങനത്തെ റിസർവിൽ നിന്നാണ് ഇവർ ബൈബാക്ക് ചെയ്യുന്നത്. ഫ്രഷ് ഇഷ്യൂ ഒന്നും നടത്തിയിട്ടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുള്ളി പെയ്ഡപ്പ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസ് മാത്രമാണ് നമുക്ക് ബൈബാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അഥവാ ഇനി ഫുള്ളി പെയ്ഡപ്പ് അല്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണം? ഫുള്ളി പെയ്ഡപ്പ് ആക്കിയതിന് ശേഷമാണ് ബൈബാക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ജേർണൽ എൻട്രീസ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ എൻട്രി ബൈബാക്കിൻ്റെ എൻട്രിയാണ് എഴുതേണ്ടത്, പാറിലാണ്. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്, ബൈയിങ് ബാക്ക് ഓഫ് 2 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each 20 lakh. ഇനി അടുത്ത് വരുന്നത് നമ്മളിത് എടുത്തിട്ടുള്ളത് എമൗണ്ട് എടുത്തിട്ടുള്ളത് ജനറൽ റിസർവിൽ നിന്നാണ്. സോ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. 20 lakh. ട്രാൻസ്ഫർ ഓഫ് നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക്. നമ്മൾ ബൈബാക്ക് ചെയ്തിട്ടുള്ള എമൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഈ പ്രോബ്ലം. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു പ്രോബ്ലം നോക്കാം. The share capital of Beta Company Limited consists of 1 lakh equity shares of 10 each and 25,000 preference shares of 100 each, fully paid up. Its securities premium account shows a balance of 40,000 and general reserve of 7 lakh. The company decided to buy back 20,000 equity shares of 12 each, past necessary journal entries. അപ്പോൾ ബീറ്റ കമ്പനിക്ക് 1 lakh ഇക്വിറ്റി ഷെയർസ് 10 each ആണ്, 25,000 പ്രിഫറൻസ് ഷെയർസ് ആണ്. പിന്നെ അവർക്ക് എന്താണ്? ജനറൽ റിസർവും പ്രോഫിറ്റിൻ്റെ ബാലൻസും തന്നിട്ടുണ്ട്. പിന്നെ അവർ എത്ര ഷെയർസാണ് ബൈബാക്ക് ചെയ്യുന്നത്? 20,000 ഇക്വിറ്റി ഷെയർസ് 12 രൂപ വെച്ച്. അപ്പോൾ ഇവിടെ പ്രീമിയത്തിനാണ് ബൈബാക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ബൈബാക്ക് ചെയ്യുന്ന എൻട്രി എഴുതാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. 20,000 ഷെയർസ് 12 രൂപ വെച്ചിട്ട് ബൈബാക്ക് ചെയ്തു. അടുത്ത എൻട്രി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. പേയ്മെൻറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ബൈബാക്ക്. എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് നടത്തി. ദെൻ ഇത് ട്രാൻസ്ഫർ ചെയ്തു. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ഓഫ് നോമിനൽ എമൗണ്ട് ടു ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക്. ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ചെയ്തിട്ടുള്ള എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. കുറച്ച് തിയറി, പ്രധാനപ്പെട്ട തിയറി പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് നമ്മളൊരു 2 പ്രോബ്ലം ഇപ്പോൾ വർക്കൗട്ട് ചെയ്തു. സോ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ പേജിൽ മെൻഷൻ ചെയ്താലും മതി. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക.
പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. താങ്ക് യു.